പഴയ കാലങ്ങളിൽ അഷ്ടകോൺ പന്തായിരുന്നു വെക്കാറ്, ഒടയായിരുന്നു. വേഷവിധാനത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം പഴയ കാലത്തെ വേഷം അതേപോലെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നതായിരുന്നു. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു വേഷം 3 മണി ആ ഒരു ടൈമിന് 1, 3, 4, 5, 6 ആൾ ഈ തെയ്യം കാണാനുള്ളതായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഇതിലേക്ക് ചെയ്യാൻ പറ്റും, ഈ ചടങ്ങുകളും അതുപോലെ തന്നെ രൂപങ്ങളും മാറാതെ കണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചന എൻ്റെ മനസ്സിൽ വന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ അതിൽ അത്യാവശ്യം ചില മാറ്റങ്ങളൊക്കെ വരുത്തി. അത്യാവശ്യം ഈ ഒട എന്ന് പറയുന്നത് അത് ശരീരത്തിന് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിനൊരു കാഴ്ചയ്ക്ക് നമ്മുടെ കൈ ഫ്രീ ആവില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ കളിക്കണം. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ മെയ്ത്തട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ നിൽക്കും, ഇവിടെ കവർ ചെയ്ത്, അപ്പോൾ കൈ ഫ്രീ ആണ്. പന്തം നമ്മൾ അഷ്ടകോണം മുറിച്ചിട്ട് ഓരോ ഹാഫ് പന്തങ്ങളാക്കി, 16 പകുതി പന്തങ്ങളാക്കി, മുഖത്ത് കുട്ടിച്ചാത്തൻ്റെ യഥാർത്ഥ തോട മാറ്റിക്കൊണ്ട് ഖണ്ഡാകർണൻ്റെ ഉപയോഗിക്കുന്ന ആ ഒരു തോട വെച്ചു. പൊയ്ക്കണ്ണ് നിർബന്ധമാണ്, ചാത്തന് നിർബന്ധമാണ്, അത് വെച്ചു. പിന്നെ പൊയ്ക്കണ്ണും വട്ടമുടിയും. അപ്പോൾ തന്നെ ഏകദേശം ആ കോലം മാറി. അപ്പോൾ പണ്ടുള്ളവർ ആ ഒരു ഭാഗത്ത് പോയി ചോദിച്ചാൽ പണ്ടുള്ള തീക്കുട്ടിയാണോ ഇപ്പോഴത്തെ തീക്കുട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് പറയാൻ പറ്റും. അങ്ങനെ മാറ്റിയപ്പോൾ അതിൽ ചടങ്ങ് എന്ന് പറയുന്നത് ഈ തോറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ, പന്തത്തിന് തീ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രദക്ഷിണം കഴിഞ്ഞാൽ പന്തം പെട്ടെന്ന് തീർക്കുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു. നമ്മളൊരു പ്രദക്ഷിണം വെച്ചു, നമ്മൾ പീഠത്തിൽ കയറി വിളിച്ചറിയിക്കൽ തുടങ്ങി.